ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നബിദിനത്തിൻ്റെ അന്നുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ ചായപ്പണിയിലാണ്. അപ്പോൾ ചായ ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത് വന്നിട്ട് ഇക്ക ചീരിനി കൊണ്ടുവന്നാണ് കേട്ടോ. പള്ളിയിൽ നിന്ന് രാവിലെ 4 മണിക്ക് മൗലൂദ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോൾ അവിടെ നിന്ന് ചീരിനി ഇട്ടിയത് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കട്ടൻ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വേഗം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കണം. അപ്പോൾ അതിനുവേണ്ടി ദോശമാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ദോശ ഇടാമെന്ന് വെച്ചു. കാരണം നമുക്കിന്ന് റാലി വരുമ്പോഴേക്കും വേഗം അടുത്ത പണികളൊക്കെ ഒരുക്കിയിട്ട് റാലി കാണാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വേഗം ഇതൊക്കെ ആകുമ്പോൾ വേഗം നമുക്ക് റെഡി ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ മോൻ കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ ഇതാ ദോശയും സാമ്പാറും ആണ് കേട്ടോ. അപ്പോഴേക്കും മോനൊക്കെ അതാ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഫുഡൊക്കെ കൊടുത്തു. നമ്മുടെ ഹിസമോൾ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോഴേക്കും ഒന്ന് വേഗം ഒന്ന് അടിച്ചു വാരി തുടച്ചു വിടാൻ വേണ്ടിയിട്ട് അവൾ ഉറങ്ങി എനിക്കുമ്പോൾ അതൊക്കെ ആക്കി. അപ്പോഴേക്കും ഇക്ക റെഡിയായി. അപ്പോൾ ഇതാ അവൾക്ക് ദോശയും കട്ടനും പാടെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി അവളെ കുളിപ്പിക്കണം. അപ്പോൾ ഇതാ സോപ്പും മാമരത്തിൻ്റെയാണ് കേട്ടോ ഞാൻ ഷാമ്പൂ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതാ റാലി കാണാൻ പോയിട്ട് പിന്നെ നമ്മുടെ വേഗം വീട്ടിലത്തെ പണികളും നാഷ്ടപ്പണി കഴുകൽ വെക്കൽ പറഞ്ഞ പോലെയൊക്കെ റെഡിയാക്കിയിട്ട് ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട തിരക്കില്ല. നമുക്ക് പള്ളിയിൽ നിന്ന് ചോറ് ഇട്ടിട്ടോ, കറി മാത്രം നമ്മൾ വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതാ റാലി കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷായിട്ടാണ് പോയത് കേട്ടോ. അവിടെ നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ റാലി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇക്കയൊക്കെ നടന്ന് ക്ഷീണിച്ച് വരികയാണ്. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ. നല്ല വെയിലും അല്ല, എന്നാൽ നല്ല മഴ മൂടാപ്പം അല്ലാത്തൊരു മൂടിയ പോലത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു കേട്ടോ നല്ല മഴയത്ത് പാവം കുട്ടികളൊക്കെ നനഞ്ഞിട്ട് തന്നെ പോലും വരലൊക്കെ ചെയ്തത്. അപ്പോൾ ഇത്തവണ എന്തോ അൽഹംദുലില്ലാ മഴൻ്റെ ആ ഒരു ഇത് കൊണ്ട് വെയിലൊരു സമാധാനം ഉണ്ട് കേട്ടോ. വെയിൽ പറഞ്ഞാൽ നല്ല വെയിലില്ല, എന്നാലും മക്കൾ നടന്ന് ക്ഷീണിക്കും കേട്ടോ. കാരണം ചൂടുണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ അതാവുന്ന വെള്ളവും ലഡ്ഡു അങ്ങനെ ചീനിക്കുള്ള കുട്ടികൾക്ക് ഇടയ്ക്കൊന്ന് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളവും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അത്യാവശ്യം ഇതാണ്ടതൊക്കെ കുട്ടികളാണ് കേട്ടോ ഈ നടക്കുന്നത്. ഇനി ഈ വണ്ടിൻ്റെ പുറകിലാണ് വലിയതിൻ്റെ റാലി വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാ ഏജിലുള്ള ആൾക്കാരുണ്ട്, മറ്റേ പ്രായമായവരുണ്ടും ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഫ്രൂട്ട് കിട്ടിയപ്പോൾ നല്ല സന്തോഷത്തിൽ എനിക്കെടുത്ത് കാണിച്ചു തരുന്നു. 2 കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഖദീജത്താത്ത തൊട്ട വീട്ടിലത്തെയാണ് കേട്ടോ, നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ആൾ നിന്നാണ് എടുത്തോ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താണ്. റാലി അതുപോലെ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഏകദേശം കുറച്ച് ദൂരം പോയിട്ടാണ് അത് തിരിച്ചെന്ന് വരുന്നത്. ഇളയച്ചിൻ്റെ മോനാണ് കേട്ടോ. അതിനെയും കൊണ്ട് പോയതാണ്. കുട്ടികൾക്കൊക്കെ ഒരു രസമല്ലേ, കുട്ടികൾ നടന്ന് ക്ഷീണിച്ച് മടുത്തപ്പോൾ കുറേ കുട്ടികൾ വണ്ടികളിൽ കയറിയിട്ടോ. കാരണം അവർക്ക് അത്രയൊക്കെ തന്നെ സൈക്കിളിന് ഇത് കഴിഞ്ഞിട്ട് കളിക്കാനുള്ളതല്ലേ. അപ്പോൾ അവർ കുറച്ച് കുട്ടികളൊക്കെ വണ്ടി കയറി, ബാക്കിയുള്ളവരൊക്കെ നടന്നു വരുന്നുണ്ട്. മോനപ്പോൾ അവിടുന്ന് ഫ്രൂട്ടി കുപ്പി എടുത്തിട്ട് ഇങ്ങോട്ട് എറിയാൻ നിൽക്കട്ടോ. അപ്പോൾ വേണ്ട വന്നതാണ്. പിന്നെ എന്തൊക്കെയാണ് അത്രയൊക്കെ തന്നെയാണ് രാവിലത്തെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ റാലി പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാനതാ വീട്ടിലെത്തിയപ്പോൾ അവിടുന്ന് തറവാട്ടിലാണ് കേട്ടോ പോവുക കാണാൻ. അപ്പോൾ അവിടുന്ന് ഫ്രൂട്ടിയൊക്കെ കിട്ടിയപ്പോൾ ഹിസൂനും കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിന് കുടിക്കാനും ഫുള്ള് മേത്ത് കൂടെയൊക്കെ അലമ്പാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി രാത്രിത്തെയാണ് കേട്ടോ. ഞാൻ ഫുഡ് കൊണ്ടുവന്ന വീഡിയോ ഒന്നും എടുത്തില്ല, അതെടുക്കാൻ മറന്നു പോയിട്ടോ. വലിയ താത്ത അളിയനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് വിട്ടുപോയി അതെടുക്കാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ പാട്ട് കുട്ടികളുടെ. അപ്പോൾ ഹിസമോൾ കുറച്ച് നേരം ഇന്ന് പിന്നെ തുടങ്ങിയിട്ടാണ് ആപ്പ്. എല്ലായിടത്തെയും പോലെ ഇവിടെ 2 ദിവസമായിട്ടായിരുന്നു കേട്ടോ പരിപാടി. നബിദിനത്തിൻ്റെ അന്നും പിറ്റേ ദിവസമായിട്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിട്ട് നമുക്ക് അവിടെ തന്നെ പള്ളിയിൽ തന്നെ നമുക്ക് ഫുഡൊക്കെ അവർ അറേഞ്ച് ചെയ്തിരുന്നു. നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ പപ്സും തരിക്കഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്ത്രീകളൊക്കെ ഏകദേശം കഴിച്ച് വന്ന സമയത്ത് ഉസ്താദന്മാരും കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കുട്ടികളൊക്കെ എല്ലാവരും കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്റ്റേജിൽ അവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് നമ്മുടെ ദഫും സ്കൗട്ടും ഫ്ലവർ ഷോയിൻ്റെയൊക്കെ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഉസ്താദ് അവർ വന്നിട്ട് അനൗൺസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് സ്കൗട്ടിൻ്റെയാണ് കേട്ടോ.
മനസ്സിൽ കൊതി മുത്തി പറന്നിറങ്ങാൻ മദീനപുരി ഈന്തമര അത് തന്നെ അലവിന്റെ പോരിശ തന്നെയതേറെയാ ഇത് വന്നിട്ട് സ്കൗട്ടിൻ്റെ ലാസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അതിൽ വന്നിട്ട് സ്കൗട്ടിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളും അവിടെ പങ്കെടുത്തിട്ടുള്ള കളിയായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞാൻ എല്ലാ വീഡിയോസും എൻ്റെ അടുത്ത് ഫുള്ളായിട്ടുണ്ട്. പക്ഷേ ഒക്കെ കുറേശ്ശെയാണ് കേട്ടോ ഇതിലിട്ടിട്ടുള്ളൂ. നമ്മുടെ മക്കളൊക്കെ അതിൽ ഏകദേശം എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ നല്ല പൊതുവേ നമ്മുടെ നബിദിനത്തിന് വേണ്ടിയിട്ട് തന്നെ അവരൊക്കെ എത്രയോ ഊണും ഉറക്കമൊക്കെ ഇതായിട്ടാണ് കേട്ടോ ഇതിൽ പ്രാക്ടീസ് ചെയ്തിട്ടും ഇതായിട്ടൊക്കെയാണ് അവർ നമ്മുടെ അപ്പോൾ നമ്മുടെ ഫ്ലവർ ഷോൻ്റെ പരിപാടികൾ കഴിഞ്ഞപ്പോൾ കയ്യോടെ അവരിനെ അങ്ങനെ സ്റ്റേജിൽ തന്നെ നിർത്തിയിട്ട് അവർക്കുള്ള പ്രൈസുകൾ കൊടുത്തുട്ടോ. കാരണം നമ്മുടെ കയ്യിൽ ടൈമിങ് ഒരുപാടായപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. പിന്നെ അടുത്തതായിട്ട് സ്കൗട്ടിൻ്റെ കുട്ടികളെ അതുപോലെ തന്നെ വിളിച്ചിട്ട് അപ്പോൾ എല്ലാവരും അവർ കളിക്കുന്നത് പോലെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് അവരതാത് അവരുടെ സമ്മാനങ്ങൾ കൊടുത്തു കേട്ടോ. എല്ലാവർക്കും സമ്മാനങ്ങൾ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മക്കൾക്ക് അതൊരു വിഷമമാവുകയും അവർ ഇത്രയും പ്രാക്ടീസ് ചെയ്തതിന് ഫലം ഇല്ലാണ്ടാവുകയും ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ തന്നെ എത്രയോ സന്തോഷത്തിലാണ്. എന്താണ് ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്ത് നമുക്കതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതിലൊരു തന്നെയല്ലേ. പ്രോഫിറ്റ് പറഞ്ഞാൽ നമുക്കതൊരു ഇൻകമാണ്. പക്ഷെ അതല്ല, നമ്മൊരു കാര്യം ചെയ്തിട്ട് ഒരു നല്ല വാക്ക് കേൾക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അത് മോന് കിട്ടിയ സമ്മാനങ്ങളും കൊണ്ട് അവൻ എൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ഫുള്ള് തിരക്കായിരുന്നു. പിന്നെ അത് അതേപോലെ തന്നെ ദഫുകളുടെയും കൂടെ കുട്ടികളുടെ കേട്ടോ. അപ്പോൾ അവരുടെയും കൂടെ കൊടുത്തു ഇതാക്കി വിട്ടു. പിന്നെ നബിദിനത്തിൻ്റെ വീഡിയോ ഇടാൻ ഞാൻ കുറച്ച് ലേറ്റായി പോയിട്ടോ. ഇത് വന്നിട്ട് സ്കൗട്ടും ദഫും ഫ്ലവർ ഷോ ഒക്കെ പഠിപ്പിച്ച കുട്ടികൾക്കുള്ള ഇതായിരുന്നു കേട്ടോ. അവർക്കുള്ള സമ്മാനങ്ങളും കൂടെ കൊടുത്തു. മോന് സ്കൗട്ടിൻ്റെ ആയിരുന്നു കേട്ടോ. അതിന് ഫവാസ് പറഞ്ഞ മോനാണ്. ഈ അറ്റത്ത് നിൽക്കുന്ന കറുപ്പ് ഷർട്ടിട്ട് അവനാണ് കേട്ടോ പഠിപ്പിച്ചത്. പിന്നെ ചെറിയ വേറെ മക്കളുണ്ടായിരുന്നു പാട്ട് പാടിയ കുട്ടികളൊക്കെ. അവർക്കുള്ള സമ്മാനങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വീടെത്തി. അപ്പോൾ മോനൊന്നും കഴിച്ചിരുന്നില്ല കേട്ടോ. ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആൾ വയറ് വേദനിച്ചിട്ട് ഒന്നൊന്നും കഴിച്ചില്ല. പിന്നെ ഞാൻ വന്നിട്ട് ദോശയൊക്കെ ചുട്ടു കൊടുക്കാന്ന് വെച്ചിട്ട് വന്നിട്ടാണ് പിന്നെ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ എനിക്ക് സമ്മാനങ്ങൾ കിട്ടിയത് ഡ്രസ്സ് മാറ്റാൻ പോലുള്ള സമയവും ക്ഷമയും ഇല്ലാതെ വേഗം പിന്നെ അതെന്തൊക്കെയാണ് നോക്കുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സമ്മാനങ്ങൾ കിട്ടിയത്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളും പിന്നെ ഇത് വന്നിട്ട് 2 ഗ്ലാസ്സും അതിൻ്റെ ഒരു സെറ്റായിട്ടൊരു പാത്രം കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് കിട്ടിയത്. ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ മോൻക്ക് കിട്ടിയ സമ്മാനങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടെ ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് വിടൂ കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.